ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഈ വർഷം നവവൈദികരായി അഭിഷിക്തരാകുന്ന ഡീക്കന്മാരെ പരിചയപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മൾ എത്തിയിരിക്കുന്നത് കുറിച്ചി ദേവാലയത്തിലാണ്. ഇവരെക്കുറിച്ച് പറയുമ്പം ഈ ദേവാലയത്തിൽ നിന്ന് 2 പേരാണ് ഈ വർഷം വൈദികരായിട്ട് അഭിഷിക്തരാകുന്നത്. തീർച്ചയായിട്ടും ഇവർക്കിതൊരു പ്രത്യേക അനുഭവം കൂടിയാണ്. ഇവർ പഠിച്ച സെമിനാരിയോട് തൊട്ടടുത്ത് ചേർന്ന് കിടക്കുന്ന ഒരു ഇടവകയാണ് ഈ കുറിച്ചി ദേവാലയം. അപ്പോൾ നമുക്ക് ഡീക്കനെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഡീക്കൻ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഡീക്കൻ അജോ കൊല്ലംപറമ്പിൽ. എൻ്റെ മാമോദീസ പേര് ജോസഫ് എന്നാണ്. ഞാൻ സെമിനാരിയിൽ ചേരുന്നത് 2014 ജൂൺ 15-ാം തീയതിയാണ്. ഇപ്പോൾ 10.5 വർഷം തികയുന്നു. ഈ പട്ട സ്വീകരണത്തോടനുബന്ധിച്ചുള്ള ഈ അതിനു മുമ്പുള്ള പരിശീലന വർഷങ്ങൾ. പിന്നെ ഈ വർഷങ്ങളിൽ പ്രത്യേകിച്ച് എൻ്റെ പട്ടസ്വീകരണം വരുന്നത് ഡിസംബർ 27 ഉച്ചകഴിഞ്ഞ് 2:15 ഈ കുറിച്ചി സെൻറ്റ് ജോസഫ് പള്ളിയിൽ വെച്ചാണ്. വളരെ സന്തോഷത്തോടെ മൈനർ സെമിനാരിയിൽ പ്രവേശിച്ച് സന്തോഷത്തോടെ പട്ടസ്വീകരണത്തിന് ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഡീക്കൻ പറഞ്ഞതുപോലെ 10.5 വർഷത്തെ നീണ്ട പരിശീലനത്തിനൊടുവിലാണ് ഈ ഒരു പൗരോഹിത്യ സ്വീകരണത്തിലേക്ക് എത്തുന്നത്. നിങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ച മൈനർ സെമിനാരിയോട് അടുത്തുള്ളൊരു ഇടവക, ആ ഒരു സന്തോഷവും ആദ്യമായിട്ട് ഈ ഒരു സെമിനാരിലേക്ക് വന്നൊരു അനുഭവം അതെങ്ങനെയായിരുന്നു? നമുക്ക് മൈനർ സെമിനാരി ഒട്ടും അപരിചിതമല്ലായിരുന്നു. അതാണ് ആദ്യം പറയാനുള്ളത്. നമ്മൾ വന്നും കണ്ടും ഇവിടുത്തെ അച്ഛന്മാരെ ദിവസവും നമ്മളിവിടെ കുർബാനയ്ക്ക് കാണുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ സെമിനാരി എന്ന ആ ഒരു ബിൽഡിംഗ് നമുക്ക് അപരിചിതമല്ല. പക്ഷേ അതിലെ പരിശീലനം നമുക്ക് അത് അപരിചിതമാണ്. അവിടെ ചെന്നു ആദ്യത്തെ ദിവസം നമുക്ക് എന്താണ് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഒരു ആകുലതയുണ്ട്. പക്ഷേ ഒരു ഹോം സിക്നെസ്സോ അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല. കാരണം തൊട്ടപ്പുറത്താണ് നമ്മുടെ വീട്. പിന്നെ ഇവരെ കാണണമെങ്കിലൊക്കെ ഇവർക്ക് അടുത്ത് വന്ന് കാണാനും ഒക്കെ പറ്റും. പക്ഷേ പരിശീലനത്തിൽ ദൈവം ഒരുപാട് വഴി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിലേക്കുള്ള പ്രവേശനത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഡീക്കൻ്റെ പേരൻസ് നമ്മളോടൊപ്പം ചേരുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സന്തോഷത്തിൻ്റെ അവസരത്തിൽ, ഈ അനുഗ്രഹത്തിൻ്റെ അവസരത്തിൽ ഇവർക്കും വലിയൊരു പങ്കുണ്ട്. കാരണം ഇങ്ങനെ ഒരു മകനെ വളർത്തി സഭയ്ക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ്. പപ്പ, ഈ ഒരു അവസരത്തിൽ എന്താണ് തോന്നുന്നത്? ഏറ്റവും സന്തോഷമുണ്ട്. ഞാൻ കുന്നോത്ത് സെമിനാരിയിലെ ഇവൻ്റെ സെൻഡ് ഓഫ് മീറ്റിങ്ങിന് ഗ്യാതറിങ് അതിനുവേണ്ടി പേരൻസ് മീറ്റിങ്ങിന് പോയി. എന്നോട് 2 വാക്ക് പറയണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അവിചാരിതമായിട്ട് കിട്ടിയ ഒരു ചാൻസാണ്. ഞാൻ കയറിയപ്പോൾ അവിടെ മൊത്തം അച്ഛന്മാരോട് പറഞ്ഞത് ഈ നല്ല ഇടയൻ സെമിനാരിയിൽ നിന്ന് എങ്ങനെ ആകണം നല്ല ഇടയെന്ന് ഇവർ ഇത്രയും നാൾ പഠിപ്പിച്ചു. അപ്പോൾ കുശവൻ്റെ കയ്യിലെ കളിമണ്ണിനെ പോലെ ഈ മോനിപ്പോൾ പറഞ്ഞതുപോലെ 10.5 വർഷം മോൾഡ് ചെയ്ത് അത് ഫോം ചെയ്തെടുത്തു നല്ലൊരു വൈദികനായിട്ട് ആകാൻ വേണ്ടിയുള്ള എല്ലാ ഫോർമേഷനും ഓരോ സ്റ്റേജ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ കടന്നു പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നു. പിന്നെ ഞങ്ങളുടെ ഫാമിലി ലൈഫിലെ ഡിസംബർ 27-ാം തീയതിയാണ് ഇവൻ്റെ പട്ടം. 26-ാം തീയതി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി 30 വർഷം തികയാണ്. അന്നാണ് മോൻ 4:30 പ്രയറൊക്കെ കഴിഞ്ഞ് അരമനയ്ക്ക് പോകുന്നത്. എല്ലാം ഒരു ദൈവ നിയോഗമായിട്ട് ഞങ്ങൾ കാണുന്നു. മകനെ ഇത്രത്തോളം വളർത്തി വലുതാക്കി സഭയ്ക്ക് നൽകുന്നതിൻ്റെ ഒരു സന്തോഷം തന്നെയാണ് എല്ലാ അമ്മമാരിലും നമ്മൾ കാണുന്നത്. അമ്മ പറഞ്ഞോളൂ. അപ്പം ഹസ്ബൻഡ് വിദേശത്തായിരുന്നു ജോലി ചെയ്തത്. അപ്പം മുതിർന്ന ആയിട്ട് ഇവനാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവൻ പോകുമ്പോൾ എനിക്കൊരു ഉത്കണ്ഠയൊക്കെ ഉണ്ടായിരുന്നു. കാരണം മൂത്തയാളാണ്, കുടുംബനാഥൻ വീട്ടിലില്ല. അപ്പം എങ്ങനെയാണ് കാര്യങ്ങൾ, ജോലിക്ക് പോകണം. പക്ഷേ ഇവൻ പോയി കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന് വരെ അങ്ങനെ അവൻ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ ഒന്നും എനിക്കിതുവരെയും ഫീൽ ചെയ്തിട്ടില്ല. അവിടെ വീട്ടിലുണ്ടെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുമോ അതിനേക്കാൾ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ എനിക്ക് ഒത്തിരിയധികം സന്തോഷമുണ്ട്. പിന്നെ അമ്മ ഒത്തിരി ബുദ്ധിമുട്ടി വളർന്നു. പക്ഷേ ഇവനെ മാനേജ് ചെയ്യാൻ എനിക്ക് ഒത്തിരി എളുപ്പമായിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ഒരു കാര്യത്തിലും എനിക്ക് ഇതുവരെയും വേണ്ട എന്ന് പറയേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ മൂത്ത ഒരാൾ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും പക്ഷേ ദൈവം എല്ലാം ഇതുവരെയും വഴി നടത്തി. സഭയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ ഒരു ഇടവക ദേവാലയത്തോട് അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു കുടുംബവുമാണ് ഈ ഡീക്കിന് വേണ്ടി ഈ ഇടവക ഒരുങ്ങുന്നത് പോലെ തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയും പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. ഡീക്കന്മാരെ പരിചയപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ യാത്ര തുടരുമ്പോൾ ഞാൻ ഈ നിൽക്കുന്ന കുറിച്ചി സെൻറ്റ് ജോസഫ് ദേവാലയത്തിന് ഇരട്ടി മധുരമാണ്. കാരണം ഇവിടെ നിന്ന് 2 ഡീക്കന്മാരാണ് നവവൈദികരായിട്ട് അഭിഷിക്തരാകാൻ പോകുന്നത്. നമ്മൾ ഇവിടെ നിന്നുള്ള ഒരു ഡീക്കനെ പരിചയപ്പെടുകയാണ്. ഡീക്കൻ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഡീക്കൻ സിറിയക് കാഞ്ഞിരുത്ത് മൂട്ടിൽ, അലൻ എന്നാണ് വിളിപ്പേര്.
ഞാൻ ഡിസംബർ മാസം 27-ാം തീയതി കുറിച്ചി ഇടവകയിൽ വെച്ച് അഭിവന്യ തോമസ് തറയിൽ പിതാവിൻ്റെ കൈവയ്പ്പ് വഴി ഞങ്ങൾ രണ്ടുപേർ ഒന്നിച്ച് പൗരോഹിത്യം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പഠിച്ചതൊക്കെ കുറിച്ചി മൈനർ സെമിനാരിയിലും നിരണത്തും അതിനുശേഷം തലശ്ശേരി കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് സെമിനാരിയിലെ തത്വശാസ്ത്ര പഠനം നടത്തി. അതിനുശേഷം ആലുവ പൊന്തിഫിക്കൽ സെമിനാരിയിൽ എൻ്റെ ദൈവശാസ്ത്ര പഠനവും എൻ്റെ റീജൻസി പരിശീലനം ഞാൻ അഭിവന്യ പൗത്തിൽ പിതാവിൻ്റെ കൂടെയും അതിനുശേഷം സന്ദേശ നിലയത്തിലും മാർത്തോമ വിദ്യാനികേതനിലുമായിട്ടാണ് റീജൻസി പരിശീലനം നടത്തിയത്. ഇത്രയാണ് എന്നെക്കുറിച്ച് പരിചയപ്പെടാനായിട്ടുള്ളത്. ഡിക, നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങളെ രണ്ടുപേരെയും ഈ കുറിച്ചി ഇടവകക്കാരെ സംബന്ധിച്ച് മറ്റ് 8 പേർക്കും കിട്ടാത്ത വലിയൊരു സൗഭാഗ്യം, നിങ്ങളുടെ ഇടവകയോട് ചേർന്ന് തന്നെയാണ് നിങ്ങൾ പഠിച്ച ഒരു മൈനർ സെമിനാരി. അപ്പോൾ കുഞ്ഞുനാൾ മുതൽ നിങ്ങൾ ഇവിടെ വരുന്ന സമയത്തൊക്കെ നിങ്ങൾ ഈ സെമിനാരി കാണുന്നുണ്ടാവും. അപ്പോൾ ഈ സെമിനാരിയും ഈ ഇടവകയും എത്രത്തോളം ഒരു വൈദികനാകണമെന്ന ആഗ്രഹം വളരാൻ സഹായിച്ചിട്ടുണ്ട്? ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും ഈ സെമിനാരി ഇവിടെ ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ആയിരിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഒരു പക്ഷേ അതിൻ്റെ സ്വാധീനം ഞങ്ങളുടെയൊക്കെ വിളിയിൽ വളരെയേറെ ഉണ്ടായിട്ടുണ്ട്. കാരണം കുഞ്ഞുനാൾ മുതൽ ഇവിടുത്തെ അച്ഛന്മാരും അതുപോലെ ബ്രദേഴ്സും ഒക്കെ ആയിട്ടുള്ള വളരെ നല്ല സൗഹൃദം, അത് എന്നും ജീവിതത്തിലൊരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. ആ സൗഹൃദം ഞങ്ങളെ ഒത്തിരി സെമിനാരിയോട് ചേർത്ത് ഈ നമ്മുടെ ആരാധനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വളർത്താനായിട്ട് ഞങ്ങളെ വളർത്തിയിട്ടുണ്ട്. ഈ കൂട്ടായ്മ, പൗരോഹിത്യം ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിലായിരിക്കുന്നതിൻ്റെ സന്തോഷവും ഈ സെമിനാരിയോട് ചേർന്ന് നിന്ന് വളർന്നു വന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ കണ്ടറിഞ്ഞ് അനുഭവിച്ച് വന്നവരാണ്. അതുകൊണ്ട് ഇപ്പോഴും ആ കൂട്ടായ്മയിലായിരിക്കുന്നത് എൻ്റെ സന്തോഷം ഞങ്ങൾക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അത് വളർച്ച ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. അതിന് ഒത്തിരി അനുഗ്രഹങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വിധം ഒരുപാട് കാര്യങ്ങളിൽ സെമിനാരിയുടെ സ്വാധീനവും അനുഗ്രഹവും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഡീക്കൻ്റെ കുടുംബാംഗങ്ങൾ നമ്മളോട് ചേരുകയാണ്. ഡീക്കൻ്റെ അമ്മയാണ്. അമ്മേ, ഒരു മകനെ വളർത്തി സഭയ്ക്ക് സമ്മാനിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യമാണ്. മകൻ നവവൈദികനായിട്ട് അഭിഷിക്തനാകാൻ പോവുകയാണ്. ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ആദ്യമായിട്ട്. കാരണം വളർന്നു, ഇപ്പം പറഞ്ഞതുപോലെ സെമിനാരി, പള്ളി, മഠങ്ങൾ ഒത്തിരി സ്വാധീനം ചെലുത്തിയ, ഒപ്പം നമ്മൾ ആ വളർച്ചയിൽ സംഘടനാ പ്രവർത്തനങ്ങളിലൊപ്പം അതുപോലെ തന്നെ സെമിനാരിയിൽ വിടുമ്പോൾ നമ്മൾ നല്ല സന്തോഷത്തോടെ തന്നെ അതേ മോനും ഒപ്പം ഞങ്ങളും മുന്നോട്ടുള്ള കാലയളവിലെല്ലാം ദൈവത്തിൻ്റെ ഒരുപാട് പരിപാലനം ലഭിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. വലിയ സെമിനാരിയിൽ നിന്ന്, ആലുവ സെമിനാരിയിൽ നിന്ന് ഇറങ്ങുമ്പം തീർച്ചയായിട്ടും എന്താണ്, ഒരു അതിരുകളില്ലാതെ ദൈവത്തിന് നന്ദി പറയുമായിരുന്നു ഞാൻ. പോയ സമയവും വന്ന സമയവും ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി. അപ്പോൾ എനിക്കേറെ പറയാനുള്ളത് അത്രയേ ഉള്ളൂ. എന്നും അൾത്താരയ്ക്കിലെ ദൈവത്തിന് കൂട്ടിച്ചേർത്ത് അവിടുത്തെ കൂടെ നിർത്തി ഞാൻ പറയുക, എപ്പോഴും ഇനി മുന്നോട്ടും പിടിച്ചോണം. ഇന്ന് വരെയും നീ പരിപാലിച്ചു, നാളെയും നിൻ്റെ പരിപാലനം മരണം വരെ നീ കൊടുക്കണം എന്നുള്ള ഒരൊറ്റ ഇതിലാണ്. അതുകൊണ്ട് ദൈവത്തോടാണ് ഞാൻ ഏറെ നന്ദി പറയുന്നത്. പിന്നെ കടന്നു വന്ന വഴികളിൽ ഇപ്പം പറഞ്ഞ പോലെ ഒരുപാട് സൗഹൃദങ്ങൾ, വൈദികർ, സിസ്റ്റേഴ്സ്, ഇവിടെ ഒരുപാട് സിസ്റ്റേഴ്സുണ്ട്. ഒത്തിരി ആളുകളുടെ ഒത്തിരി പിൻബലം ഞങ്ങൾക്കും മോനും ലഭിച്ചിട്ടുണ്ട്. അവരോടെല്ലാം നന്ദി പറയുന്നു. ഇനി പറയേണ്ടത് ഡിക്കൻ്റെ ബ്രദറിനോടാണ്. നമ്മുടെ സംഘടനകളിലെല്ലാം വളരെ ആക്റ്റീവാണ്, നമുക്കൊക്കെ സുപരിചിതമായ ഒരു മുഖമാണ്. ഇപ്പോൾ ഒരു ചേട്ടനച്ഛൻ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരികയാണ്. സ്വന്തമായിട്ടൊരച്ഛൻ, എല്ലാ കാര്യങ്ങളും പറയാൻ, ആത്മീയമായ വളർച്ചയ്ക്ക് സഹായമാകാൻ സ്വന്തം ചേട്ടൻ അച്ഛനാവുകയാണ്. ഈ ഒരു അവസരം എങ്ങനെ കാണുന്നു? എന്താണ് പറയാനുള്ളത്? അമ്മ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി സന്തോഷമുള്ള നിമിഷത്തിലേക്കാണ് ഞങ്ങളുടെ കുടുംബം അടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ദൈവം അനുഗ്രഹിച്ച് എൻ്റെ ഒപ്പം എൻ്റെ കൂടെപ്പിറപ്പ് അച്ഛനായി മാറുന്ന ഒരു രംഗം കാണാനായിട്ട് പോവുകയാണ്. 10 വർഷം കാത്തിരുന്ന ആ ഒരു നിമിഷം കൊണ്ടുവിട്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ ആ നിമിഷം വിളിച്ചുകൊണ്ട് വന്നത്, അങ്ങനെ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് ചേട്ടൻ എന്ന് പറയുന്നത്. കാരണം എല്ലാ കാര്യത്തിലും ഇപ്പം ഞാൻ ചെന്ന് അഭിപ്രായം ചോദിക്കുകയും അവസാന തീരുമാനം ചേട്ടൻ്റേതാണ്. അപ്പം അങ്ങനെ ഞാൻ വിലമതിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം അൽത്താരയുടെ അതിലേക്ക് നടന്നു നീങ്ങുകയും പൗരോഹിത്യം സ്വീകരിക്കുകയും ചെയ്യുന്ന ആ ഒരു വലിയ കാഴ്ച ഒത്തിരി സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. തുടർന്നും ജീവിതത്തിൽ ആ സന്തോഷം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം പൗരോഹിത്യത്തിലേക്ക് നടന്നു നീങ്ങുന്ന ചേട്ടൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്.
ഈ ഒരു കുടുംബത്തിൻ്റെയും ഇടവകയുടെയും സന്തോഷത്തോടൊപ്പം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സന്തോഷവും ഡീക്കനെ അറിയിക്കുകയാണ്. ഞങ്ങളും ഒത്തിരി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ 10 നവവൈദികരാണ് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് ലഭിക്കാൻ പോകുന്നത്. തിരുപ്പട്ടം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഡീക്കന് ചങ്ങനാശ്ശേരി അതിരൂപത കുടുംബത്തിൻ്റെ സ്നേഹം നിറഞ്ഞ പ്രാർത്ഥനാശംസകൾ. അച്ഛാ, ഈ വർഷത്തെ വൈദിക സ്വീകരണത്തിൽ കുറിച്ചി സെൻറ് ജോസഫ് ഇടവകയ്ക്ക് ഇരട്ടി മധുരമാണ്. കാരണം 2 നവവൈദികരെയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് ഈ ഇടവകയിൽ നിന്ന് ലഭിക്കുന്നത്. അച്ഛൻ എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അതിരൂപതയ്ക്ക് വേണ്ടി 10-12 വർഷം പരിശീലനം നേടിയതിന് ശേഷം 2 പേര് ഒന്നിച്ച് ഇവിടെ കളിച്ച് വളർന്ന സുഹൃത്തുക്കളായ 2 പേര് ഒന്നിച്ച് ഒരേ അൽത്താരയിൽ വെച്ച് ഓർഡൈൻ ചെയ്യുമ്പോൾ ഇടവയ്ക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇടവക്കാരെല്ലാം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ദിനമാണ് ഡിസംബർ 27 എന്നുള്ളത്. 2 പേരും ഒന്നിച്ച് ഒരേ അൽത്താരയിൽ അതിനുശേഷം ബലിയർപ്പിക്കുന്നു. ഒത്തിരി സന്തോഷമുള്ള ദിനമാണ്. 2 പേരും വളരെ മിടുക്കരാണ്, സമർത്ഥരാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട്, കോർഡിനേറ്റ് ചെയ്യാനായിട്ട്, പ്രസംഗിക്കുവാനായിട്ടും അതുപോലെ വിവിധ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് ഏറെ താല്പര്യമുള്ള വ്യക്തികളാണ്. തങ്ങളുടെ പരിശീലന കാലഘട്ടത്തിലൂടെ നന്നായിട്ട് ഫോം ചെയ്യപ്പെട്ട വ്യക്തികളാണ്. അപ്പോൾ ആ ഫോം ചെയ്യപ്പെട്ട വ്യക്തികൾ നമ്മുടെ അതിരൂപതയിലെ വിവിധ മേഖലകളിലേക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇറങ്ങുന്നു. 2 പേർക്കും ഇടവകയിലെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടു കൂടിയുള്ള ആശംസകൾ നേർന്നുകൊള്ളുന്നു. അവരിലൂടെ ധാരാളമായിട്ടുള്ള നന്മകൾ ഇടവകയ്ക്ക് ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ.